ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അതെ, ഇന്ന് ഞാൻ ഒരു പുതിയ വണ്ടി മേടിക്കാൻ പോവാനട്ടാ. അത് പക്ഷേ കാറോ ബൈക്കൊന്നല്ല, അതൊരു ട്രെയിനാണ്. ഒരു പുതിയ ട്രെയിന് പർച്ചേസ് ചെയ്യാൻ പോവാ. നമ്മൾ പിന്നെ എപ്പോഴും കാറും ബൈക്കൊക്കെ മേടിക്കണേ. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി നമുക്കൊരു ട്രെയിൻ അങ്ങ് പർച്ചേസ് ചെയ്യാം. എടാ ഷിൻചാനെ, എന്ത് പറയണു? ജാക്കണ്ണ, അത് കുഴപ്പമില്ല. നമുക്കപ്പോ ഒരു പുതിയ ട്രെയിൻ അങ്ങ് മേടിക്കാം. അല്ല, ഈ ട്രെയിൻ ഇപ്പോ എവിടെന്നാ മേടിക്കാൻ കിട്ടാ? അതിപ്പോ നമ്മുടെ ഷോറൂമിൽ നിന്ന് കിട്ടും. നമ്മുടെ കാർ ഷോറൂമില്ലേ, അവിടെ നിന്ന് നമുക്ക് ട്രെയിനൊക്കെ മേടിക്കാൻ പറ്റും. ആ ഷോറൂമിലത്തെ മാനേജറെ നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളാണ് പറഞ്ഞേ ഷോറൂമിൽ ഒരു പുതിയ ട്രെയിനൊക്കെ വന്നു. എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് ആ ട്രെയിൻ അങ്ങ് പർച്ചേസ് ചെയ്യാം. വേഗം പോയിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് മേടിച്ചോണ്ട് പോവേ. അതിപ്പോ ഏതായാലും വേണ്ട. അയ്യോ, ഇതിപ്പോ എന്തായേ? ഞാൻ അറിയാണ്ട് ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. ഇയാളിപ്പോ എവിടെ നിന്നാണോ കയറി വന്നേ? നോക്കിയും കണ്ട് നടന്നൂടെ? ഇതുണ്ടില്ലേ, പോലീസുകാരും എന്റെ പിന്നാലെ വന്നു. എടാ ജാക്കേ, നീ എന്തു പണിയാ കാണിച്ചേ? നീ ഓർത്തനെ വണ്ടി ഇടിച്ചു കൊന്നൂലോ. അതെ, നിന്നെ ഞാൻ വെറുതെ ഇല്ല. നിന്നെ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിലുകൊണ്ടിടും. ശരി, നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലുകൊണ്ടിടോ? നിങ്ങളതിനെ ജീവനോടെ ഉണ്ടായാലല്ലേ? എന്നിട്ടായാലും ഇവിടെ ഞാൻ ഒരൊറ്റണത്തിനും വെറുതെ ഇല്ല. എല്ലാത്തിനും തീർത്തളയും. ചാവടങ്ങോട്ട്, ചാവ്. നിങ്ങൾക്കറിയില്ല, ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. ഒരാൾക്കും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മള് എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കി വെച്ചില്ല. എന്തെങ്കിലും ആവട്ടെ. എടാ ഷിൻചാനെ, വായോ, നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. നമ്മുടെ കയ്യിൽ പിന്നെ ആ താറില്ല ഏട്ടാ. ആ താറ് കയ്യിൽ നിന്ന് പോയി. നമ്മൾ പിന്നെ നേരത്തെ അറിയാണ്ട് ആ താറുമ്പളേക്ക് അർപ്പിച്ച് വിട്ടു. അങ്ങനെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതിപ്പോ സീനില്ല. നമ്മുടെ കയ്യിലേ ഈ ഒരു ബൈക്ക് ഉണ്ട്. ഇത് പിന്നെ റോയൽ എൻഫീൽഡ് 100 ആണ്. നമുക്ക് ഈ ബൈക്കിലങ്ങ് കയറി പോവാം. എടാ ഷിൻചാനെ, വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. നമ്മൾ പിന്നെ ഓൾറെഡി ലേറ്റ് ആയേ. വേറെ ആരും ആ ട്രെയിന് മേടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആ ട്രെയിന് നമുക്ക് തന്നെ സ്വന്താക്കണം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അല്ല, ഇതെന്തത്? ഇവിടെ ഷോറൂമിൽ എനിക്ക് ആരെയും കാണാനില്ല. ഈ ഷോറൂമിലെ മാനേജർ എവിടെയാണാവോ? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയാളെ ഒന്ന് വിളിച്ചു നോക്കാം. ഇയാളിത് എങ്ങോട്ടേക്കാണോ പോയേ? ഹലോ ചേട്ടാ, നിങ്ങളെവിടെയാ? എനിക്ക് ആ ട്രെയിന് പർച്ചേസ് ചെയ്യണമായിരുന്നു. ഞാനിപ്പോൾ ഷോറൂമിൽ വന്നേക്കാ. എടാ ജാക്കേ, നീ വന്നാ? ഞാൻ പക്ഷേ ഷോറൂമിലില്ല. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയേക്കാ. ഒരു അത്യാവശ്യ കാര്യമുണ്ടേ. എടാ ജാക്കേ, നിനക്ക് ഞാൻ ആ ട്രെയിന് തരാം. അതിന് പകരം നീ ഒരു കാര്യം ചെയ്യ്. നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ സെറ്റാക്കി തയ്യോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ട്രെയിന് തരാം. മോഡിഫൈഡ് സൂപ്പർ കാറാ? എന്നാ ശരി, ഞാൻ നോക്കട്ടെ. ഗൈസ്, ഇവിടെ ഞാൻ ആ ഷോറൂമിലെ മാനേജറിനെ വിളിച്ചേക്കാ. അയാൾ പറയണതേ അയാൾക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിന് എനിക്ക് തരാന്ന്. ഇനിയിപ്പോ മോഡിഫൈഡ് സൂപ്പർ കാർ എവിടെന്ന് സെറ്റാക്ക? ജാക്കണ്ണ, അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇയാളുടെ ഷോറൂമിൽ തന്നെ ഒരു കാർ എടുക്കാം. എന്നിട്ടത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. എന്ത് പറയണു? ആടഷിൻചനെ, അത് നല്ലൊരു ഐഡിയ. നമുക്ക് ഇയാളുടെ ഷോറൂമിൽ തന്നെ ഒരു കാർ എടുക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട്. പോർഷെ, സ്കോർപിയോ, താറ്, ലംബോർഗിനി. ഇവിടെ പിന്നെ ഒരു GTR ഉണ്ട്. തൽക്കാലം ഈ കാണുന്ന GTR അങ്ങ് എടുക്കാം. GTR പിന്നെ നൈസ് കാറാണ്. അത് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാ. നമുക്കപ്പോ ആ കാർ അങ്ങ് മോഡിഫൈ ചെയ്യാം. നമ്മളങ്ങനെ ആ കാറ് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിന്റെ ബാക്കിലാണ്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ GTR. ഈ കാർ പിന്നെ നമുക്ക് ഓറഞ്ച് കളറിലാണ് കിട്ടിയേ. നമുക്ക് ഈ കാറിന്റെ കളറൊക്കെ മാറ്റണം കേട്ടാ. ഇല്ലെങ്കിൽ ആ ഷോറൂമിന്റെ മാനേജറിന് മനസ്സിലാവും ഇവിടെ നിന്നാണ് ഈ കാർ എടുത്തതെന്ന്. കളറ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അയാൾക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര്
തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോവാം. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ബെന്നി എന്നാണ്. ഇതുണ്ടില്ലേ, ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കിനി ഈ കാറില്ലേ അത് അകത്തേക്ക് കയറ്റാം. എന്നിട്ട് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്കാദ്യേ ഈ വണ്ടിയുടെ കളർ മാറ്റണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഏത് കളറാണ് കൊടുക്കുക? ഇവിടെ ഇഷ്ടം പോലെ കളറുണ്ട്. നമുക്ക് ഈ കാണുന്ന കളർ കൊടുക്കാട്ടാ. ബ്രൗൺ കളർ കുഴപ്പമില്ല. നമ്മൾ ഗ്ലാസും ടിന്നടിച്ചു, അതും ബ്രൗൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. സ്റ്റിക്കറൊക്കെ കിടന്നോട്ടെ. ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ എല്ലായിടത്തും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഞാൻ പിന്നെ ജോക്കറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചേ, അത് കാണാൻ നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അലോയ്സ് മാറ്റാം. ഈ കാണുന്ന അലോയ്സ് കൊടുക്കാം. ഇതും വലിയ കുഴപ്പമില്ല. അലോയ്സിന് പിന്നെ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈസും കൂട്ടാം. ഒരു SUV പോലെ ആക്കാം. നമ്മുടെ ഷോറൂമിലത്തെ മാനേജറിനെ ഇതേപോലത്തെ കാർ ഇഷ്ടം. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറ് ഈ ബ്രൗൺ തന്നെ കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഈ വണ്ടി മോഡിഫൈ ചെയ്തു, പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ പോയിട്ട് ഈ കാറങ്ങ് കൊടുക്കാം. അന്നേരം നമുക്ക് ആ ട്രെയിന് കിട്ടേ. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ? നമ്മുടെ കാറ് മറിഞ്ഞു വീണല്ലോ. എടാ ഷിൻചാനെ, നൈസായിട്ട് പണി പളിട്ടാ. നമ്മുടെ കാറ് മറിഞ്ഞു വീണു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഈ കാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പണിപ്പാളേ. നേരെ എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ കാർ എങ്ങനെ നേരെ. അധികം അഭ്യാസമൊന്നും കാണിക്കണ്ട. നമുക്കിത് ഷോറൂമിൽ എത്തിക്കാം. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുവന്നു. ഇനി എനിക്ക് ആ ട്രെയിൻ തന്നേക്ക്. ആ ട്രെയിൻ എവിടെയുള്ളേ? എടാ ജാക്കേ, ആ ട്രെയിൻ ഇവിടെ ഷോറൂമിലില്ല. അതിപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ട്രെയിനില്ലേ അത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 ഒന്ന് ചെന്ന് നോക്കി നോക്ക്. ആണോ? എന്നാൽ ശരി, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എടാ ഷിൻചാനെ, ഒന്ന് വണ്ടിയിൽ കയറ്. നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഗൈസ്, അതെ, ഇയാൾ പറയണതേ ആ ട്രെയിൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്നാ. അതും പ്ലാറ്റ്ഫോം നമ്പർ 3. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം. ആ ട്രെയിൻ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിൽ വന്നേക്കാ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. ഷിൻചാനെ, അങ്ങോട്ടേക്ക് നോക്കിയേ. ഇവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട് കേട്ടാ. ഇതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ട്രെയിൻ. ഇത് പിന്നെ പഴയ കാലത്തെ ട്രെയിനാണ് കേട്ടാ. മറ്റേ കൽക്കരിയുടെ ട്രെയിനാ. ഈ ട്രെയിനാണ് നമുക്ക് കിട്ടിയേ. എന്നിട്ടായാലും കുഴപ്പമില്ല, സംഭവം നൈസായിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രെയിനൊക്കെ ഭയങ്കര റയറാണ്. ഒരു റയർ ട്രെയിനാ നമുക്ക് കിട്ടിയേ. ഗൈസ്, ഇതുണ്ടില്ലേ, നമുക്ക് ഈ ട്രെയിന് ഓടിക്കാനും പറ്റുണ്ടാ. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. പിന്നെ ഈ മോഡ് വേണ്ടവർക്ക് എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി. അതിൽ ഞാൻ ഈ മോഡിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ വണ്ടികൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഇല്ലേ, അത് ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.